എന്തൊരു ബഹളമായിരുന്നു, എന്തൊരു ആവേശമായിരുന്നു, വെല്ലുവിളിയായിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മുടെ വി കെ പ്രശാന്ത് മാഷ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മാർച്ച് മാസം 31-ാം തീയതി വരെ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഞാൻ പൈസ കോർപ്പറേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കോർപ്പറേഷൻ എനിക്കൊരു എഗ്രിമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ, എന്ത് വെല്ലുവിളിച്ചാലും ഞാൻ രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടും, ഒരു കാരണവശാലും ഇറങ്ങൂല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ വി കെ പ്രശാന്ത്, നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ കൂടും കുടുക്ക എടുത്തുകൊണ്ട് മരുതൻകുഴിയിലേക്ക് പോയി. ഇനിയിപ്പോൾ അടുത്ത് പോകാൻ പോണത് കഴക്കൂട്ടത്തേക്കാണ്. കഴക്കൂട്ടത്ത് ഇദ്ദേഹം കാരണം വട്ടിയൂർക്കാവിൽ ഇനി മത്സരിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. അതേസമയം കഴക്കൂട്ടത്ത് മത്സരിക്കാൻ സാധ്യത കൂടുതലാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് കഴക്കൂട്ടമാണ്. മത്സരിക്കാൻ സാധ്യത കൂടുതലും കഴക്കൂട്ടത്താണ്. പക്ഷെ കഴക്കൂട്ടത്തൊരു പ്രശ്നം, കടകംപള്ളി സുരേന്ദ്രൻ ഇനി സീറ്റ് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വരുന്ന ദിവസങ്ങളിലും കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കടകംപള്ളിക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അങ്ങനെ കടകംപള്ളിക്ക് സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ വി കെ പ്രശാന്ത് വന്നവിടെ മത്സരിച്ചാൽ കടകംപള്ളിയുടെ ആളുകൾ തന്നെ പണിയില്ലേ? കാരണം ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയം ഉണ്ടല്ലോ, ഗ്രൂപ്പും പരിപാടികളെല്ലാം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ കടകംപള്ളിയുടെ ആളുകൾ തന്നെ പണിഞ്ഞ് വി കെ പ്രശാന്ത് തോൽക്കുമോ? തോറ്റിട്ട് വി കെ പ്രശാന്ത് മണ്ടേ വെച്ച് കൊടുക്കണം. എന്തായിരിക്കും? തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ നിന്നിട്ട് അവസാന കാലത്ത് കുടവിട്ട് ഉടച്ചില്ലേ, ശ്രീലേഖയായിട്ടൊക്കെ വഴക്കുണ്ടാക്കിയത്, കൂടും കുടുക്ക എടുത്തുകൊണ്ട് രാത്രി രാഖി രാമാന ഓടിപ്പോയില്ലേ എന്ന് പറഞ്ഞ് വേറെ ഇമേജ് കളഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ആര്യ രാജേന്ദ്രന്, ആര്യ രാജേന്ദ്രൻ വെളുക്കുന്നവർ അവർക്ക് അവാർഡ് കിട്ടിയതും അവർക്ക് എന്തൊരു സ്വീകരണമാണ് കൊടുത്തത്. തിരുവനന്തപുരത്ത് CPM പാർട്ടി, വി ജോയിയൊക്കെ പാർട്ടി ഓഫീസറൊക്കെ വിളിച്ച് എന്തോ ഒരു സ്വീകരണം കൊടുത്തത്. അവസാനം ഇപ്പം തള്ളിപ്പറഞ്ഞു, തോറ്റപ്പം തള്ളിപ്പറയുന്നു. അതുപോലെ വി കെ പ്രശാന്തിന് അനുകൂലമായി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഈ കഴക്കൂട്ടത്ത് കൊണ്ട് നിർത്തി വി കെ പ്രശാന്തിനെ തോൽപ്പിച്ച് ഇനി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കുക എന്നൊരു അജണ്ട കൂടി കടകംപള്ളി സുരേന്ദ്രനുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും കഴക്കൂട്ടത്തായിരിക്കും വി കെ പ്രശാന്ത് മത്സരിക്കുക. മത്സരിച്ചാൽ തോറ്റു പോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആരാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇപ്പോഴും നമുക്കറിയത്തില്ല. പല പേരുകളും കേൾക്കുന്നു. ലിജുവിന്റെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിലെ ശരത്ചന്ദ്ര പ്രസാദ് മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. ശരത്ചന്ദ്ര പ്രസാദ് ഉണ്ട്. വാഹീദ്, നേരത്തെയുള്ള വാഹീദിന് മത്സരിക്കുമെന്ന് അറിയത്തില്ല. പല പ്രാവശ്യം അവിടെ MLA ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ DCCയുടെ പ്രസിഡന്റുമാരുണ്ട്. പല ആളുകളുണ്ട്. പിന്നെ അവിടെ അഖിലുണ്ട്. അവിടെ AS അഖിലാന്ന് തോന്നുന്നത്, JS അഖിൽ, യൂത്ത് കോൺഗ്രസിന്റെ വലിയ നേതാവായിട്ടുള്ള ഒരാൾ കഴക്കൂട്ടത്ത് തന്നെ ഉണ്ട്, അഖിൽ. അങ്ങനെ പല ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ ആരാണ് മത്സരിക്കാന്നറിയില്ല. ആ സ്ഥാനാർത്ഥിയെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പ്രശാന്തിന്റെ വിജയവും പരാജയവും. അതുപോലെ വളരെ പ്രധാനമാണ് വി മുരളീധരന്റെ ശക്തമായ സാന്നിധ്യം. വി മുരളീധരൻ തോറ്റതിന് ശേഷവും മണ്ഡലത്തിലുണ്ട്, സജീവമായി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ നിറഞ്ഞു നിൽക്കുന്നത് വി മുരളീധരൻ അനുകൂലമായി മാറിയാൽ മത്സരം കടുക്കും, വല്ലാതെ കടുക്കും. പ്രത്യേകിച്ച് തിരുവനന്തപുരം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നു. ഇപ്പുറത്ത് വട്ടിയൂർക്കാവിൽ വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും പ്രമുഖ നേതാക്കളായിരിക്കും നിൽക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രലും വളരെ വേണ്ടപ്പെട്ട ആളുകളായിരിക്കും നിൽക്കുന്നത്. കഴക്കൂട്ടത്തോട്ട് പോകുമ്പോൾ, കാട്ടാക്കട പോകുമ്പോൾ PK കൃഷ്ണദാസ്. ചുരുക്കത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ വളരെ പ്രമുഖരായിട്ടുള്ള 4-5 മുൻ പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ പിന്നെ മുൻ നേതാക്കളോ വളരെ വലിയ ആളുകളോ പിന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരോ ഒക്കെ കൂടി മത്സരിക്കുമ്പോൾ വലിയൊരു ഹൈപ്പ് തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഹൈപ്പിലൂടെ കഴക്കൂട്ടം നേടാം എന്നാണ് വി മുരളീധരൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ വലിയ പണിപ്പുരയിലാണ് വി മുരളീധരൻ അവിടെ നിൽക്കുന്നത്. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ പ്രശാന്ത് അവിടെ ചെന്നാൽ, പ്രശാന്തിൻ്റെ ഹോംലാൻഡാണ്, അങ്ങനെ ഒരു മെച്ചം പ്രശാന്തിനുണ്ട്. ബന്ധുമിത്രാദികളൊക്കെ ധാരാളമുണ്ട്. മാത്രമല്ല ഇവിടെ 2 പ്രാവശ്യം MLA ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നതാണ്. അപ്പോൾ 1.5 പ്രാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചം ചിലപ്പോൾ കിട്ടാം. പക്ഷെ ഇപ്പോഴത്തെ ഗ്രാഫ് കുറച്ച് താഴ്ന്നു നിൽക്കുന്നത് കൊണ്ട് പ്രശാന്താണോ കോൺഗ്രസ് ആണോ അതുപോലെ മുരളീധരനാണോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്.